ഹലോ എവരിവൺ, സെപ്റ്റംബർ 3-ാം തീയതി നടന്ന കൊമേഴ്സ് എക്സാമിനേഷന്റെ വിശകലനമാണ്. ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ പരീക്ഷയുടെ സ്ക്രീൻ വിൻഡോയിൽ ചെറിയ പ്രോബ്ലം എല്ലാവരും പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നു, അവിടെ ഓപ്ഷൻ തന്നെ നമുക്ക് വരുന്നു, അത് രണ്ടും സ്ക്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം അതിലൂടെ പോകുന്നുണ്ട്, വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് മോർണിംഗ് ഷിഫ്റ്റിലൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി. കാരണം ഏർലി മോർണിംഗിലൊക്കെ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നു, കൃത്യമായി അവരുടെ യാത്ര, ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ സ്ക്രീനിലെ ഇഷ്യൂ നമുക്കത് എൻ്റെ അടുത്ത് പറയാവുന്നതാണ്. ഇത് ഒന്നുകൂടെ വലുതാക്കി തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്റർഫേസ് മാറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അത് പറയാവുന്നതാണ്. കാരണം ഇത് വായിച്ചെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഡിസംബർ നെറ്റ് എക്സാമിലേക്കായിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ നിരക്കിൽ കൊമേഴ്സിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യം. 100% സിലബസ് കവർ ചെയ്തിട്ടുള്ള നോട്ടുകൾ, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ്, ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, ഷുവർ ഷോട്ട് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ, അത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഫീ മാത്രമേ വരുന്നുള്ളൂ. തീർച്ചയായിട്ടും അതിന്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഒരുപാട് പേര് കോഴ്സിനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ സൈക്കിളിലേക്കായിട്ടുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അഫോർഡബിൾ ആയിട്ടുള്ള ഫീ മാത്രമേ വരുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത പരീക്ഷ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതിലാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. പരീക്ഷയുടെ രൂപം, ഭാവം ഒക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലായാലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ICT ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരുപാടുണ്ട്. സൂം മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒഡാസിറ്റി പറഞ്ഞിട്ടുണ്ട്, ക്യാൻവ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷനിൽ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. റീഡിംഗ് കോമ്പ്രഹെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പറിൽ 2 യൂണിറ്റിലും ഷിഫ്റ്റ് 1-ലും ഷിഫ്റ്റ് 2-ലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്വസ്റ്റ്യങ്ങൾ വന്നിട്ടില്ല. അപ്പൊ മാത്തമെറ്റിക്കൽ റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡിൽ ഫസ്റ്റ് ഷിഫ്റ്റിൽ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കോഡിങ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വന്നിട്ടുണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ്. ലോജിക്കൽ റീസണിങ്ങിൽ 2022 ശേഷം ആവർത്തിക്കുന്ന അതേ രീതി തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞതാണ്. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ, കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ, അതുപോലെ തന്നെ ഇന്ത്യൻ ലോജിക്ക്, അത് വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡാറ്റ ഇന്റർപ്രിട്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് അത് തന്നെയാണല്ലോ. അതിൽ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഷിഫ്റ്റിൽ കുറച്ചുകൂടെ ടഫായിരുന്നു. ഫസ്റ്റ് ഷിഫ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടാണ് പറയുന്നത്. എന്നാലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നത് തന്നെയാണ്. പിന്നെ ഇവിടെ പറയാനുള്ളത് 8ാമത്തെ യൂണിറ്റ് ICTന്റെ കാര്യമാണ്. ICT എന്ന് പറയുന്നത് ആ ഒരു യൂണിറ്റിൽ നിന്നുള്ള ചോദ്യത്തിന്റെ പാറ്റേൺ കംപ്ലീറ്റ് NDA മാറ്റിയിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ അതിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന രീതി തന്നെയാണ്. പക്ഷെ കുറച്ച് നമ്മൾ വായിച്ചു നോക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, നമ്മൾ ക്യോട്ടോ പ്രോട്ടോകോൾ, അതുപോലെ തന്നെ പൊല്യൂഷൻ, അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. NEP കുറച്ച് നമ്മൾ 1989 ആ ഒരു ഇതിലാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെ പറ്റി ചോദിച്ചിട്ടുണ്ട്, കമ്മീഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞാണ്. ഇനിയും അത് ആവർത്തിക്കുമെന്നുള്ളത്. നിങ്ങൾ കൊമേഴ്സിന്റെ പരീക്ഷയുടെ ഒരു 3 ദിവസം മുമ്പേ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുത്തു നോക്കാം. 3 ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അത്രയും കൃത്യമായിട്ട് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പേപ്പറിൻ്റെത്. അപ്പോൾ ഫസ്റ്റ് പേപ്പറിനെ പറ്റി അത്രേ പറയാനുള്ളൂ. സെക്കൻഡ് പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കണ്ടിരുന്ന, ഇപ്പൊ ജൂൺ 18 നടന്ന പരീക്ഷയിലും കണ്ടിരുന്ന പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങളാണ് NDA വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇനി നമ്മൾ ഡിസംബർ പരീക്ഷക്കായിട്ട് ഉയരേണ്ടതുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് NDA ഒഴിവായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പരീക്ഷയിലും അത് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2018 ശേഷം 2019 മുതൽ നമ്മൾ 2023 വരെയുള്ള ചോദ്യങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. റിപ്പീറ്റഡ് ഏരിയ നമുക്ക് മനസ്സിലാകുന്ന ഏരിയ തന്നെയാണ്.
മനസ്സിലായില്ലേ? ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിലാണെങ്കിൽ LLPയെ പറ്റി ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഷിഫ്റ്റിൽ കമ്പനി ചോദിച്ചിട്ടുണ്ട്. LLPയുടെ 2 ചോദ്യങ്ങളാണ് ഫസ്റ്റ് ഷിഫ്റ്റിൽ വന്നിരിക്കുന്നത്. അതൊക്കെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. എന്നാൽ ഈ ഇൻകം ടാക്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എന്നാൽ പഠിച്ചതാണോ അല്ലയോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുടെ പാറ്റേൺ മാറ്റുക എന്നുള്ളതാണ്. പിന്നെ സാധാരണ കൊമേഴ്സിൽ കണ്ടുവരാറുള്ള പാറ്റേൺ ഒന്നും ചോദ്യങ്ങളിലേക്ക് വന്നിട്ടില്ല. ക്രോണോളജിക്കൽ ഓർഡർ, അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്, ഇത്തരം ചോദ്യങ്ങൾ വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ കൊമേഴ്സിൽ നമുക്ക് കണ്ടുവരാത്ത ടൈപ്പ് ചോദ്യങ്ങളാണ്. അത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളിലേക്ക് നമുക്ക് പ്രീവിയസ് ഇയറിൽ അത്തരം ചോദ്യങ്ങൾ ലഭ്യമല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഠനത്തിനോടൊപ്പം തന്നെ ഓരോ യൂണിറ്റ് പഠിക്കും തോറും അതിന്റെ റിവിഷൻ അതിന്റെ പുറകെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ അടയാളപ്പെടുത്തി വെക്കേണ്ടതാണ്. ഇപ്പൊ ബിസിനസ് എൻവയോൺമെന്റിൽ നിന്നൊക്കെ ഫസ്റ്റ് ഷിഫ്റ്റിലും സെക്കൻഡ് ഷിഫ്റ്റിലും വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഇൻകം ടാക്സ് തന്നെയാണ് എടുത്തും മറച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. പിന്നെ HRM ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ നമുക്കറിയാം, എന്നാൽ ഇതെങ്ങനെ ഇതിന്റെ ആൻസർ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ തോന്നിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഈ പരീക്ഷയുടെ സമയത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ 2 ഷിഫ്റ്റിലും ഫസ്റ്റ് ഷിഫ്റ്റിലായാലും സെക്കൻഡ് ഷിഫ്റ്റിലായാലും ടഫ് തന്നെയായിരുന്നു. ഒന്ന്, കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഒരു ഇഷ്യൂ ഓൾറെഡി നിലവിലുണ്ട്. അതിനപ്പുറം ഈ 2 ചോദ്യങ്ങളും വളരെ ലെങ്തി ആണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് അവർക്കൊരു മോഡറേറ്റ് ലെവലിലാണ് പരീക്ഷ എന്നുള്ളതാണ്. എന്നാലും ഈ ഒരു ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മൾ അടുത്ത ഡിസംബർ നെറ്റ് എക്സാമിന് ക്ലിയർ ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പഠനത്തിനെയും നമ്മുടെ പഠന സ്ട്രാറ്റജിയും മാറ്റേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ പഠിക്കുക, ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നത് എന്നുള്ളതാണ്. നമ്മൾ പല വീഡിയോയിലും പറയുന്നതാണ്, ആ ഒരു രീതി നമ്മൾ മാറ്റാനുള്ള സമയമായി. 2022 ലാസ്റ്റില് NDAയുടെ ചെയർമാൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആവർത്തിക്കില്ല എന്നുള്ളത്. ഇപ്പോ ഇവിടെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഉള്ള ചോദ്യങ്ങൾ തെറ്റുകൾ വരുത്തുന്നുണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ തെറ്റുകൾ വരുത്തുന്നുണ്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പഠനത്തിനെ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ മാറ്റിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യണം. ഏത് രീതിയിലാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് പേപ്പറിൽ ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്തേക്കാം. അതിന് കൃത്യമായിട്ട് നമുക്കറിയാം ഇന്ന ഏരിയയിൽ നിന്ന് ഈ ഒരു രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ, നിങ്ങൾ പരീക്ഷയുടെ 3-4 ദിവസം മുമ്പ് തന്നെ ഈ വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഏരിയ, നിങ്ങൾക്കൊരു JRF കിട്ടാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏരിയാസ് ഒക്കെ തന്നെ ഒരു 3-4 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 21 മുതൽ 28 വരെയുള്ള പരീക്ഷ കഴിഞ്ഞ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ സെക്കൻഡ് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഇതുവരെ നടന്ന പരീക്ഷകളിൽ, അതായത് കൊമേഴ്സ് ഒഴികെയുള്ള ഇതുവരെ നടന്ന വിഷയങ്ങളിൽ നമ്മൾ ഇവിടുന്ന് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വിഷമിപ്പിച്ച ഒരു പരീക്ഷ കൊമേഴ്സ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ നമുക്കിതിന്റെ കട്ട് ഓഫ് ഒക്കെ എന്ന് പറയുന്ന സമയത്ത് ഒരു 158 to 168 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ജനറൽ കാറ്റഗറി OBCയിലേക്ക് വരുന്ന സമയത്ത്, ജനറൽ കാറ്റഗറി വരുന്ന സമയത്ത് ഒരു 10 മാർക്ക് കൂട്ടി നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയൊക്കെ സാധാരണ വരുന്ന രീതിയിൽ. അതിൽ കുറയാനേ സാധ്യതയുള്ളൂ. നമ്മൾ കൂടുതൽ കുറച്ച് പറയേണ്ടതില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പഠനത്തിനെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നെറ്റ് എഴുതിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പഠന രീതികൾ, അത് നിങ്ങൾ കോഴ്സ് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ, നമ്മുടെ കോഴ്സ് എടുക്കുന്നതിൽ അങ്ങനെ, നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും കോഴ്സ് എടുക്കുന്നതിന് അങ്ങനെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങൾ പരീക്ഷ എഴുതിയ ആളുകളാണല്ലോ, അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനത്തിനെ നിങ്ങൾ തന്നെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം 6% പേർക്ക് മാത്രമാണ് നെറ്റ് കൊടുക്കുന്നത്. വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന 6% പേർക്ക് ഇന്ത്യ ഒട്ടാകെ പരീക്ഷ ചെയ്യുന്നവരിൽ നിന്ന്. അപ്പൊ എത്രത്തോളം ആളുകൾക്ക് നെറ്റ് ലഭിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ഈ 10 യൂണിറ്റിലെയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ കാര്യത്തിനും പ്രാധാന്യമുണ്ട്, വർഷങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ ഇൻകം ടാക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ബിസിനസ്, ഫിനാൻസ്,
കമ്പനീസ് ആക്ട്, ഇത്തരം കാര്യങ്ങൾ, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് എടുക്കാത്ത, അതായത് ഇതുവരെ വരാത്ത, നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതാത്ത ചില ഏരിയകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരിക. ആ ചോദ്യങ്ങൾ നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡറിലൊക്കെ ചോദിക്കുക. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതുവരെ ഇല്ലാത്തൊരു പാറ്റേണിൽ നിന്നും പുതിയൊരു പാറ്റേണിലേക്ക് മാറുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഏരിയ മാത്രമായിട്ട് നമുക്ക് ഉപകാരപ്പെടും. അതായത് റിപ്പീറ്റഡ് ഏരിയ എന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കറിയാം. ആ ഒരു ഏരിയ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓരോ യൂണിറ്റിൽ നിന്നും പഠനത്തിന് പ്രാധാന്യം കൊടുക്കുക, റിവിഷന് പ്രാധാന്യം കൊടുക്കുക, ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക, കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് വെക്കുക ഓരോ കാര്യങ്ങളും. ഇതാണ് ഇതിന്റെ ഒരു ശരിയായ രീതി. എന്നതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ് നേടാൻ പറ്റും. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷയിൽ. ആ മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അടുത്ത പരീക്ഷക്കായിട്ട് തയ്യാറെടുക്കാൻ. നമ്മൾ ട്രാക്ക് മാറ്റിയേ പറ്റൂ. എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പേര് എഴുതുമ്പോൾ മാത്രമേ, 100 പേര് എഴുതുമ്പോൾ 6 പേർക്ക് നെറ്റ് കിട്ടുന്നുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. വിജയിച്ചവരുടെ കണക്കുകൾ മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. 10,000 ഈ കിട്ടാത്ത സൈഡിൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അക്കാഡമിക് ലെവലിൽ നിന്ന് മാറി അപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളെ ട്രാക്ക് മാറ്റണം, സ്ട്രാറ്റജീസ് മാറ്റണം. ഇനിയുള്ള ദിവസങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് വീഡിയോ ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്തിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെറ്റിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി മാറ്റേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇതുപോലുള്ള ചോദ്യങ്ങൾ എങ്ങനെ നേരിടാം, നമ്മുടെ കമ്പ്യൂട്ടർ പരിജ്ഞാനം എത്രത്തോളം ഉയർത്താൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ്. നമ്മൾ പാനിക്കായിട്ട് യാതൊരു കാര്യവുമില്ല. ഫസ്റ്റ് പേപ്പർ എഴുതി, പലരും പറയുന്നത് ഫസ്റ്റ് പേപ്പർ എഴുതി തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് പേപ്പറിലേക്ക് എഴുതുമ്പോൾ സ്റ്റെക്കായി പോയി. കാരണം മൂവ് ആവുന്നില്ല. ഓരോ കാര്യങ്ങളും വായിച്ച് അത് തന്നെയാണോ ഉത്തരം എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള പരീക്ഷ വരണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മളെ പഠനത്തിനെ കൊണ്ടുവരണം. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം, ഓരോന്നായിട്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തണം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.